മാത്രമല്ല മനുഷ്യരെ കല്ലുകൾ സ്ഥലത്ത് ഈ കണ്ണിലേക്കും മരങ്ങളിലേക്കും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് ആപ്പ് അങ്ങോട്ട് കൊടുക്കുകയാണ്. സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു ആപ്പ് അവരുടെ സൃഷ്ടിച്ചു. അപ്പൊ അങ്ങനത്തെ അന്നൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമാവുന്നതായ റുബൂബിയ്യത്ത് അല്ലാഹു റബ്ബാണെന്ന് ഇതിനെ അറിയിക്കുന്ന ലക്ഷ്യങ്ങളാണല്ലോ. ഒന്ന് ശാസ്ത്ര സാങ്കേതികമാവുന്ന ഈ രംഗത്തിൽ കൂടി നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാവൊക്കെ മുമ്പ് ഉപയോഗിച്ചതാണ്. പക്ഷേ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളോ വിദ്യകളോ ഉപയോഗിച്ചിട്ടല്ല. ഈമാനിനെ അവർ വിശുദ്ധമാക്കിയെടുത്തു. ഈമാൻ ഒരു പ്രത്യേകമാവുന്ന ഒരു നൂറാണ്, ഒരു ടെക്നോളജിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർക്ക് ആകാശത്തിൽ കൂടി പറക്കാനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, പലരും കഴിഞ്ഞു. അതുപയോഗിച്ചുകൊണ്ട് ബഹിരാകാശത്ത് സഞ്ചരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ സഞ്ചരിച്ചില്ലേ. അങ്ങനെ പല അത്ഭുതങ്ങളും പലതും ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത പലതും മഹാന്മാരാവുന്ന അമ്പിയാഗ് ഔലിയാഗ് അവർ ഈമാനാവുന്ന ടെക്നോളജി കൊണ്ട് വികസിപ്പിച്ചെടുത്തു. അവരങ്ങനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്ന ഈമാനെ വികസിപ്പിച്ചെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ ഇലാഹിയായ നിലക്ക് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും പുതിയ ശരീഅത്ത് വരിക എന്നുള്ളതല്ല. ആ നിലത്തിന്റെ ഈമാനിനെ വികസിപ്പിച്ചെടുക്കണം. അപ്പൊ ഈമാൻ അവിടെ വളർന്നുണ്ടെങ്കിൽ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവില്ല, മറന്നൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അതാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ അത് കാണപ്പെടും. അതിന്റെ പൂർണ്ണത ആ അമ്പിയാക്കന്മാരുടെ ആ നഹജ് പ്രകാരം ജീവിക്കുന്ന മഹത്വപ്രാവുന്ന അല്ലാഹുവിന്റെ ചില ഔലിയാക്കന്മാരിലും അത് കാണപ്പെടാം. അപ്പം അമ്പിയാക്കന്മാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വഭാവം ഉണ്ടാക്കണം എന്നുള്ള കൽപ്പനുണ്ട്. പക്ഷെ വളരെ കഴിയില്ല. കഴിയില്ല നമ്മൾ ഉണ്ടാക്കണ്ടെന്നല്ല പറഞ്ഞാൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൈയിടമായി ഉണ്ടാക്കണം. അപ്പോ ഈ കൈയിടമാർക്ക് ഈ സ്വഭാവം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഒരു മനുഷ്യത്വം നിലക്ക് ശൈത്താനിയാവുന്നതായ സമ്മർദ്ദങ്ങൾ അലമുനബിയുക്കുമനാമാത്തനസ്സലു ശയ്യാത്തി എന്ന് പറഞ്ഞല്ലോ. ശൈത്താൻ അറിഞ്ഞു വന്നുകൊണ്ട് പല ആളുകളും പറ്റിയും പല വിശ്വാസങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കും. അവരെ കൂടിയും ശൈത്താന്മാരുണ്ടാവും. അപ്പൊ അവരിൽ ചില പ്രത്യേകത നമ്മൾ കണ്ടെന്ന് തോന്നും. നമുക്ക് ചിലപ്പോൾ കാണപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതെന്തോ ഒരു വലിയ സാധനമാണ്. കാരണം ഇയാൾ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ പറ്റി പറഞ്ഞു. അവൻ്റെ കൂടെ ശൈത്താനായിട്ടാണ് ആ പറയുന്നത്. യഥാർത്ഥ വഴി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുക. അവൻ്റെ നിന്ന് നാവുകൊണ്ട് വേണ്ടാത്തൊരു വർത്താനം ഉണ്ടാവില്ല, അവൻ്റെ കൈ കൊണ്ട് വേണ്ടാത്തത് അവൻ ചെയ്യില്ല, അവൻ്റെ കാതുകൊണ്ട് വേണ്ടാത്തത് അവൻ കേൾക്കൂല. ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നവരായിരിക്കും മഹാനാവുന്ന തങ്ങൾ പറഞ്ഞതുപോലെ അത് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മഹാന്മാരാവുന്ന അയിമ്മത്തിന്റെ കൗലിന്റെ മേൽ ആ നിലക്കാണ് ശരീരത്തിന്റെ ശരിയായ റൂട്ടിലാണ് നമ്മുടെ ഈ ഏരിയ നമ്മൾ ഇതിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് തെരീഖത്ത് പറഞ്ഞ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ഒരാളെ സഞ്ചരിപ്പിക്കുക. അതാണ് തെരീഖത്തിന്റെ വശായകന്മാരൊക്കെ പഠിച്ചത്. അപ്പൊ ആ നിലക്ക് അതിന് ഏതെങ്കിലും ആളുകളെ കൂടെ കൂടിയിട്ട് ഷെഫ് പറഞ്ഞാൽ ആ ഷെഫ് കൗവല്ലതിയാക്കുവാന്ന് തനിന്റെ ഇച്ഛയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഷെഫിലേക്ക് കഴിയണം. അത് മാത്രം പോരാ, നീ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാവട്ടെ അല്ലാതെയാവട്ടെ നിന്നെ വീക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. റബ്ബിന്റെ പ്രഭകൾ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങാൻ പറ്റുന്ന നിലക്ക് നിന്റെ ഹൃദയമാവുന്ന ആ കണ്ണാടിയെ കടഞ്ഞ് ശുദ്ധീകരിച്ച് തരാൻ ഷേഖിന് കഴിയണം. അവരാണ് ഷേഖ്. നിന്നിൽ നിന്ന് മോശമായ വല്ലതും ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്ത് ആ സമയത്ത് നിന്നെ പ്രതിരോധിക്കാൻ നിന്നെ തടുത്ത് നിർത്താൻ ഷേഖിന് കഴിയും.
അങ്ങനെ ആ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം പറയുന്നതാണെന്നറിയോ, നിന്റെ കൈ പിടിച്ച് അള്ളാഹുവിന്റെ തിരുഹദറത്തിലേക്ക് എത്തിച്ചു തരാൻ കഴിയണം. അള്ളാഹുവിനോട് ഇതിന്റെ അടിമയാണ്, നിന്നോട് ഇത് അള്ളയാണെന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ തിരുഹദറത്തിലേക്ക് നിന്നെ ഏൽപ്പിക്കണം. അതിന് കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ഷേഖ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ മഹാന്മാരാവുന്ന മശായിഖന്മാർക്ക് ചിലപ്പോൾ നമ്മളിൽ ഇസ്തിഖാമത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാക്കി നിൽക്കാൻ കഴിയും. അപ്പൊ കഴിയുന്നത്ര നമ്മൾ ഇസ്തിഖാമത്തിന്റെ സ്വഭാവം ഉണ്ടാക്കുക, ഹറാമെന്ന് വിട്ടു നിൽക്കുക. ഹറാമെന്ന് ഏതായാലും വിട്ടുക്കണമല്ലോ, അത് കഴിയുന്നത്ര പോരാ, നിർബന്ധമായിട്ട് ഹറാമെന്ന് വിട്ടുക്കണം. കറാഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്, ഖിലാഫുലൗലയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്. ഉജൂബ് നന്മകളാവുന്ന സ്വഭാവങ്ങളെ ഹൃദയത്തിലേക്ക് അതിനെ പ്രദർശിച്ചു ആ നിലയ്ക്ക് ഈമാനിന് വളരാനും ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ ഈമാൻ വളരുമ്പോൾ ഒരു പ്രത്യേകമാവുന്ന ഒരു പ്രകാശം അവനിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അവൻ്റെ ഏറ്റവും അവൻ്റെ ശരീരത്തിൽ നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അവനിൽ ഒരു പ്രത്യേകമാവുന്ന അതിൻ്റെ ഒരു ഊർജം അവനിൽ കാണാൻ കഴിയും. ആ ഊർജം കൊണ്ട് അവനിക്ക് പല അത്ഭുതങ്ങളും അവർക്ക് കാണാൻ കഴിയും, പല അത്ഭുതങ്ങളും കേൾക്കാൻ കഴിയും. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ എത്തിച്ചേർന്നവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയ. മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. അങ്ങനെ വലിയ സല്ലാത്തുകൾ അവരിതുണ്ടാവുമ്പോൾ ആ ഉടനെ തന്നെ അവർക്ക് അതിന് പ്രത്യേകമാവുന്ന അറിയിപ്പുകൾ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള തംബീഹാത്തുകൾ നൽകപ്പെടും. അപ്പൊ അങ്ങനെ ആ നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം. ഈ കാലങ്ങളൊക്കെ വളരെ മോശമായ കാലമാണ്. ഓരോ ദിവസവും ഇന്നത്തേക്കാൾ മോശമായ ദിവസമായിരിക്കുന്നു, ഇന്നത്തേക്കാൾ മോശമായിരിക്കും നാളെ. അങ്ങനെ എളിമുള്ളവർ ഇവിടെ കുറഞ്ഞു വന്ന് എളിമില്ലാതെ അറിവില്ലാതെ പത്ത് കൊടുക്കുന്നതായ ഒരു കാലഘട്ടം വരികയാണ്. ഇനി എല്ലാവരും പത്ത് പോലെ ചോദിക്കുന്നത് ഇങ്ങനത്തെ നിർമ്മിത ബുദ്ധികളോടായി. അവർക്ക് ആ ബുദ്ധികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അവരെ കൈവശം ഉണ്ടാവുള്ളൂ. അത് മുഖാന്തരായിരിക്കും അവർ ഫത്വ പറയുന്നത്. അതിന് നോക്കി പണ്ഡിതന്മാർ ഫത്വ അറിയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനത്തതായ ഒരു കാലഘട്ടമാണ്. അപ്പൊ ശരി ഏതാണ്, തെറ്റേതാണ്, ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ് മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഭാഗമായിട്ട് നമ്മൾക്കൊക്കെ രേഖത്ത് വരും. ഞമ്മളില്ല, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പം അങ്ങനത്തെ കാലഘട്ടം ആയതുകൊണ്ട് നമ്മളെ ഈമാനിനെ ശ്രദ്ധിക്കണം, നമ്മൾ ഈമാനിനെ വളർത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ മഹദി ബീവി അവർക്കുള്ള പരലോക ജീവിതം അല്ലാഹു സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവരോട് ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ഈ ഉറൂസിൽ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസുകളോട് ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന എല്ലാ നന്മകളെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിനെ നന്മകൾക്ക് നടത്തിക്കൊണ്ടുപോകാനും ഇതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനും ഇതിന് ബന്ധപ്പെട്ടവർക്കും നാട്ടുകാർക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പള്ളിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനം നടത്തൽ കൂടി ഇതിലൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയെന്നല്ല, അത് ഉറൂസായി പോകുന്നു. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പള്ളിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ സംഖ്യ സംഭരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂടിയ സ്ത്രീകളും പുരുഷന്മാരൊക്കെ നല്ല നല്ല സംഖ്യകൾ അതിലേക്ക്, ഞാൻ ഈ പിരിവിൻ്റെ ടെക്നോളജി ഒന്നും അറിയില്ല, അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിച്ചൊരു കാര്യമില്ല. അപ്പോൾ അതറിയണ തങ്ങന്മാരെയും മടിമാരെയൊക്കെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചോളി. ഞാൻ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്ത് പോവാ, ഞാനും വശമാക്കരുതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് നിങ്ങളനുസരിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അസ്സലാമു അലൈക്കും. അനുഗ്രഹീത സാന്നിധ്യം കൊണ്ട് ധന്യമായ വേദിയിൽ ബി കുട്ടി ബിബി മക്കാമുറൂസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. തങ്ങളവറുകൾ തൽക്കാലം നമ്മോട് യാത്ര ചോദിച്ച് പോവുകയാണ്. ഇനി നമ്മുടെ പരിപാടി അതുപോലെ തന്നെ തുടരുന്നുണ്ട്. എല്ലാവരും ഇരിപ്പിടങ്ങൾ തന്നെ ഇരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വഴിയിലൊക്കെ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇരിപ്പിടങ്ങളിൽ അതുപോലെ ഇരുന്നുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്ന അറിവിൻ നിലാവ് എന്ന ഹൃദയസ്പർശിയായ ഒരു പ്രോഗ്രാം